പണ്ട് എവിടെയോ ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് നമ്മുടെ ലൈഫ് എന്ന് പറയുന്ന ഒരു ഡെസ്റ്റിനേഷൻ എത്തുന്ന വരെയുള്ളൊരു യാത്ര അല്ലേ? നമ്മളൊരു ബസ്സിൽ കയറി യാത്ര സ്റ്റാർട്ടാവുന്നു. സ്റ്റോപ്പ് എത്തുമ്പോൾ കുറേ പേര് ഇറങ്ങും. ചിലതിലേക്ക് കയറി വരും. അങ്ങനെയൊക്കെ അല്ലേ? ഇപ്പോൾ ദേ എൻ്റെ ഈ കറൻറ്റ് യാത്ര അല്ലെ ഈ കറൻറ്റ് ഫേസ് എന്ന് പറയുന്നത് നമ്മുടെ യൂട്യൂബ് ഫാമിലിയാണ് കേട്ടോ. എനിക്ക് നമ്മുടെ യൂട്യൂബ് ഫാമിലിയിൽ നിന്ന് അത്യാവശ്യം നല്ല കുറച്ച് ഫ്രണ്ട്സിനൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ദേ അങ്ങനെ ഇരിക്കെ ഞങ്ങളിന്ന് കൊച്ചിയിൽ കറങ്ങാൻ പോയതാണ് കേട്ടോ. അപ്പം ഇന്ന് അന്നമ്മേനെ മീറ്റ് ചെയ്യണം എന്നതാണ് ഇന്നത്തെ നമ്മുടെ മെയിൻ ഉദ്ദേശം. ബട്ട് നമ്മുടെ ജിത്തുവിനെയും നിബിനെയൊക്കെ കൂടെ വിളിച്ചിട്ടുണ്ട് കേട്ടോ. അവർ ഫ്രീ ആയിരുന്നു. അങ്ങനെ അവർ നമ്മുടെ കൂട്ടത്തിൽ കൂടുന്നുണ്ട് കേട്ടോ. ഈ ഒരു യാത്ര എത്ര നാൾ മുന്നോട്ട് അതറിയില്ല. ബട്ട് പ്രസൻ്റ്ലി വി ആർ ലിവിങ് ഇൻ ദിസ് മൊമെൻറ്റ് അല്ലേ? ശരിക്കും ഇന്നത്തെ ദിവസം ഞാൻ നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. വളരെ കുറച്ച് ടൈം മാത്രമേ ഞങ്ങൾക്ക് കിട്ടിയുള്ളൂ അവിടെ സ്പെൻഡ് ചെയ്യാനും. ബട്ട് അത് അടിപൊളിയായിരുന്നു. ലൈക്ക് എ ഗുഡ് മെമ്മറീസ് വിത്ത് ഗുഡ് പീപ്പിൾ. പിന്നെ ഈ ദിവസത്തിലെ ഏറ്റവും ഹൈലൈറ്റഡ് മൊമെൻ്റ് എന്ന് പറയുന്നത് ഇതാകട്ടോ. നമ്മുടെ അന്നമ്മേനെ നമ്മൾ മിക്സിക്കകത്തിട്ട് കറക്കി. അന്നമ്മ സീറോ ഗ്രാവിറ്റിയിൽ കയറി. ഇതിപ്പോൾ പറയുമ്പോഴേ എനിക്ക് ചിരിക്കാതിരിക്കാൻ പറ്റണില്ല. എൻ്റെ മാതാവേ, അത്രയ്ക്ക് കോമഡി ആയിരുന്നു. വലിയ കാര്യത്തിൽ കാവടി തുള്ളി പോയതാട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ ദേ നമ്മൾ നോക്കുമ്പോൾ അന്നമ്മ ഭിത്തിയിൽ പാറ്റ ഒട്ടിയിരിക്കൂലേ, ആ ഒരവസ്ഥയിൽ ഇരിക്കുക കേട്ടോ. അയ്യോ, ഞാൻ ചിരിച്ച് 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 ഒരു വഴിയായെന്ന് പറഞ്ഞാൽ എനിക്ക് വയ്യ. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ഞാൻ അതിനകത്ത് കിടന്ന് ചിരിച്ച് മറിയുന്നുണ്ട്. എന്നെ അവൾ കുറേ തവണ വിളിച്ചതാണ്, ചേച്ചി വാ ചേച്ചി, ചേച്ചി വാ ചേച്ചി എന്ന്. ബട്ട് എന്തോ കാരണവന്മാർ ചെയ്ത പുണ്യം എനിക്ക് പോവാൻ തോന്നിയില്ല ഗൈസ്. അല്ലെങ്കിൽ ഇതിൽ കോമഡി ആയേനെ. ബട്ട് വൺ ടൈം എക്സ്പീരിയൻസ് ചെയ്യണം എന്നാ കേട്ടോ അന്നമ്മ പറഞ്ഞേ. അതേപോലെ എനിക്കും ആഗ്രഹമൊക്കെ ഉണ്ട്. എന്തായാലും ഇന്ന് നടന്നില്ല. നെക്സ്റ്റ് ടൈം നമുക്ക് നോക്കാം അല്ലേ? ഇന്ന് ഞാൻ ഫുള്ള് പ്ലാനിങ് ആണ് വന്നേ. ആക്ച്വലി ഫസ്റ്റ് തന്നെ പ്ലാനിങ് ഒക്കെ പൊട്ടി. കാരണം രാവിലെ പോരേണ്ട ഞാൻ ഉറങ്ങിപ്പോയിട്ട് ഉച്ചയ്ക്ക് 1:15 കേട്ടോ പാലായിന്ന് ബസ് കയറുന്നത്. അപ്പം എൻ്റെ മൈൻഡിൽ എന്താണെന്നറിയോ, 1:15 ബസ് കയറി 3:30 കൊച്ചി എത്തുന്നു വൈറ്റില. ഒരമണിക്കൂർ 4 മണിക്ക് ലുലു മോൾ എത്തണു. എന്നിട്ട് ഒരു 3-4 മണിക്കൂർ അവിടെയൊക്കെ കറങ്ങി തിരിഞ്ഞിട്ട് വീട്ടിലേക്ക്. ബട്ട് വൈറ്റിലയിൽ ഒരു 3-3:30 കഴിഞ്ഞപ്പോൾ 3:30-3:35 ആയപ്പോഴത്തേക്ക് എത്തി കേട്ടോ. പക്ഷെ പിന്നീടാണ് പണി പാളിയ കാര്യം മനസ്സിലായത്. നല്ല അടിപൊളി ബ്ലോക്ക്. ആക്ച്വലി അത് എക്സ്പെക്റ്റഡ് അല്ലായിരുന്നു. പക്ഷെ എക്സ്പെക്റ്റഡ് അല്ല, ഓർത്തില്ല അങ്ങനെ ഒരു സാധനം നമ്മുടെ കൊച്ചിയിലുള്ള കാര്യം ഞാൻ ഓർത്തില്ല. ഇല്ലെങ്കിൽ ഞാൻ പ്ലാൻ പിന്നെയും മാറ്റിയായിരുന്നു കേട്ടോ. ആ ഒരു ബ്ലോക്ക് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എന്നിട്ട് എത്തിയത് എപ്പോഴാ, 5 മണിയായി ഞങ്ങൾ ലുലു മോളിൽ എത്തിയപ്പോൾ. എൻ്റെ പൊന്നോ, വന്ന പാടെ ഞങ്ങൾ നേരെ പോയത് ഫുഡ് കോർട്ടിലേക്കാട്ടോ. ഫുഡ് കോർട്ടിൽ കയറി അത്യാവശ്യം നല്ല ഫുഡൊക്കെ അടിച്ചു. നല്ല വിശപ്പിൻ്റെ അസ്കതി ഉണ്ടായിരുന്നു. ആ വിശപ്പിൻ്റെ അസ്കതി ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഫുഡ് അടിയുടെ വീഡിയോസും കാര്യങ്ങളൊന്നും വലിയ കാര്യമായിട്ട് അങ്ങോട്ട് എടുത്തില്ല കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ സംസാരിക്കാൻ കിട്ടിയത് ആ ഒരു ടൈം കേട്ടോ. ആ ഫുഡ് അടിച്ചിരുന്ന ടൈമിലാണ് ഞങ്ങൾക്ക് പിന്നെ ഒന്ന് സംസാരിക്കാനും അങ്ങനെയൊക്കെ ചെയ്യാനൊക്കെ പറ്റുക. പിന്നെ അവിടെ വെച്ച് സിയോചേട്ടൻ്റെ വീഡിയോകളൊക്കെ വിളിച്ച് കുറച്ച് നേരം അവിടെയൊക്കെ ഒന്ന് വർത്താനം പറഞ്ഞു കേട്ടോ. എൻ്റെ ചെറുക്കൻ്റെ ഇത് മൊത്തം കീറി തരിഞ്ഞു നടക്കുന്നുണ്ട്. അവനെയാണ് ഇടയ്ക്കിടയ്ക്ക് കാണാണ്ടാവും. അവനെ തപ്പിപ്പോലാണ് പിന്നെ പരിപാടി. പിന്നെ കുറച്ച് നേരം അവിടെ ഇങ്ങനെയൊക്കെ കറങ്ങി നടന്നു. ഇത് കണ്ടോ, ഇതൊരു ഫാമിലി സ്വൈപ്പ് ചെയ്തതാണേ, മറ്റേ കാർഡ് വെച്ചിട്ട്. അവരുടെ കൊച്ചെന്തിയതല്ലേ ഇരിക്കുക. അപ്പോൾ അവർ ചേച്ചി ഇവനെ ഇരുത്തിക്കുക, അവനിരിക്കുന്നില്ലെന്ന്. അങ്ങനെ കുറച്ച് നേരം ഇവനെ കയറ്റിയിരുത്തി. കുറച്ചപ്പോൾ അവനും കരയാൻ തുടങ്ങി. വരുന്നു നമ്മുടെ ആറാട്ടണ്ണൻ. എൻ്റെ ദൈവമേ, പുള്ളി അറിയാണ്ട് പുള്ളിയുടെ വീഡിയോ എടുക്കുക. പുള്ളി നേരെ എൻ്റെ ക്യാമറയ്ക്കകത്തോട്ടൊക്കെ കയറി വന്നേ. പെട്ടെന്ന് തന്നെ ഞാൻ ക്യാമറ അങ്ങോട്ട് താത്തിട്ട് കേട്ടോ. വെറുതെ എന്തിനാലേ. അപ്പോഴേ നമ്മുടെ ടീംസ് ഇറങ്ങി വരുന്നുണ്ട്. എനിക്ക് പോകാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു ഗൈസ്. ഞാൻ പറഞ്ഞില്ലേ, ഇന്നത്തെ പ്ലാനിങ് മൊത്തം ചീറ്റിപ്പോയി. നമുക്ക് വേറൊരു ദിവസം നല്ല പോലെ പ്ലാൻ ചെയ്തിട്ട് ഒന്നുകൂടി വരാനല്ലേ, ഇന്നൊരു വരവ് വരേണ്ടി വരുമെന്നൊക്കെ. അപ്പം ശരി എന്നാൽ ഗൈസ്, അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ.